കിച്ചൺ. ഇന്നത്തെ നന്ദൂസ് കിച്ചണിലെ സ്പെഷ്യൽ പെർസിമൺ എന്ന ഫ്രൂട്ടിൻ്റെ ചില സവിശേഷതകളും പെർസിമൺ ജ്യൂസുമാണ്. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പെർസിമൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കാക്ക ഫ്രൂട്ട്, കാക്കി ഫ്രൂട്ട് എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ പഴം അറിയപ്പെടുന്നത്. കാണുവാൻ തക്കാളി പോലുള്ള ഈ പഴം നിരവധി വിറ്റാമിൻസും പ്രത്യേകിച്ച് വൈറ്റമിൻ എ അടങ്ങിയ ഈ പഴം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഈ പഴത്തിൻ്റെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 പെർസിമനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലെ നെറ്റ് എടുത്ത് മാറ്റുക. പഴം 2ആയി കട്ട് ചെയ്യുക. എന്നിട്ട് പഴത്തിനുള്ളിൽ ഇതുപോലുള്ള വെളുത്ത കട്ടിയായ ഭാഗം നീക്കം ചെയ്യുകയാണ്. ഇതിന്റെ തൊലി നീക്കം ചെയ്യാം. തൊലി നീക്കണമെന്ന് നിർബന്ധമില്ല. ചിലയിനം പെർസിമൺ പഴത്തിന്റെ തൊലി നീക്കം ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ തോലോട് കൂടി തന്നെ അത് ഉപയോഗിക്കാം. പഴം ചെറുതായി മുറിച്ചെടുക്കുക. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. മധുരത്തിനായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിനു പകരം തേൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒപ്പം തണുത്ത പാൽ കൂടി ചേർക്കാം. ഇത് നന്നായി അടിച്ചെടുക്കുക. ഇത് അരിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതാ പെർസിമൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നിരവധി പോഷകങ്ങൾ നിറഞ്ഞ ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി വേറൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.